ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആർട്ടിക്കിഡോ. ഇപ്പോഴാണ് നമ്മളെല്ലാം പോപ്പ് വളരെ ട്രെൻഡിങ് ആയിട്ട് കൊണ്ട് നടക്കുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക, സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്ന കാലത്ത് പോലും ഇത്രത്തോളം ഫാൻസിനെ സൃഷ്ടിച്ച സാക്ഷാൽ മൈക്കിൾ ജാക്സൺ എന്ത് വലിയ ആളായിരിക്കും അല്ലേ? അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന മൈക്കിൾ. 2026 ഇത് പുറത്തിറങ്ങിയത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണേലും കുറെ നാളായിട്ട് കാണുവാണേലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെ. ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്തോ, എനിക്ക് ഒരു പ്രശ്നമില്ല. സോ നമുക്ക് സിനിമയിലേക്ക് പോയാലോ. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഇന്ത്യാന എന്ന നഗരമാണ്. ആ നഗരത്തിലെ ഒരു വീട്ടിലെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് നമ്മുടെ മൈക്കിൾ. മൈക്കിളിനോടൊപ്പം തന്നെ അവന്റെ സഹോദരങ്ങളും അതോടൊപ്പം തന്നെ അവന്റെ അച്ഛനുമുണ്ട്. അവന്റെ അച്ഛനാണെങ്കിൽ അവരെ പാട്ട് പാടിക്കുകയാണ്. അവർ തെറ്റിച്ച് പാടുന്നതിനനുസരിച്ച് അയാൾ അത് കറക്റ്റ് ചെയ്യുന്നുണ്ട്. അവസാനം സഹികെട്ട് അയാൾ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഇവിടുന്ന് സീൻ കട്ട് ചെയ്ത നമ്മൾ കാണുന്നത് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഡിന്നർ ടൈമാണ്. ആ ടൈമില് മൈക്കിൾ അവന്റെ ഫുഡ് യൂസ് ചെയ്ത് ഒരു മുഖം പോലെ ആക്കുന്നുണ്ട്. ഇത് കണ്ട് അവന്റെ സഹോദരങ്ങളെല്ലാം ചിരിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ അവരുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നു. അയാൾ പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് 2 ചോയ്സുകളാണുള്ളത്, ഒന്നെങ്കിൽ വിജയിക്കുക അല്ലെങ്കിൽ തോക്കുക, വിൻ ഓർ ലോസ്. പക്ഷെ നിങ്ങൾക്കറിയാം നമ്മൾ എവിടുന്ന് വരുന്നവരാണെന്ന്, ഇന്ത്യാനയിലെ ഏത് സമൂഹത്തിൽ നിന്നും ഉള്ളവരാണെന്ന്. ആയതിനാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തേ മതിയാവൂവെന്ന്. പിന്നീട് എല്ലാത്തിന്റെയും തുടക്കം നമ്മെ കാണിക്കുവാണ്. ഈ 5 സഹോദരങ്ങളുടെയും കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു സത്യപ്രതിജ്ഞ ചൊല്ലാൻ നിൽക്കുന്ന പോലെ അവരെ നിർത്തിയിട്ട് അവരുടെ അച്ഛൻ ജോസഫ് അവരോട് പറയുവാണ്, ഇനി മുതൽ നിങ്ങൾ ജാക്സൺ 5 ബ്രദേഴ്സ് ആണെന്ന്. പിന്നീട് നമ്മൾ കാണുന്നത് അവിടം തൊട്ട് അവര് ഓരോ ബാറിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ പെർഫോം ചെയ്യുന്നതാണ്. അവരുടെ പെർഫോമൻസിന് ധാരാളം ആരാധകർ ഉണ്ടാവാൻ തുടങ്ങി. ഇതെല്ലാം അവരുടെ അച്ഛൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പ്രോഗ്രാമിനെല്ലാം ശേഷം വീട്ടിലേക്ക് വരുന്ന തന്റെ മക്കള് വളരെ ക്ഷീണിച്ചിരിക്കുന്നതായിട്ട് അവരുടെ അമ്മ ശ്രദ്ധിക്കുന്നു. ആയതിനാൽ തന്നെ അവരോട് ഉറങ്ങാൻ പോകാനായിട്ട് അവർ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ജോസഫ് ജാക്സൺ, അതായത് അവരുടെ അച്ഛൻ, അങ്ങോട്ട് വരുന്നത്. അയാൾ പറയുന്നുണ്ട്, ഇവരുടെ പെർഫോമൻസ് അത്ര പെർഫെക്റ്റ് ഒന്നുമല്ലായിരുന്നു, ഇനിയും നന്നാവാനുണ്ട്. ആയതിനാൽ തന്നെ ഇപ്പോൾ ഇവർ പ്രാക്ടീസ് നിർത്തേണ്ട ആവശ്യമില്ല, ഉറങ്ങാൻ പോകേണ്ട കാര്യമില്ല, വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ. എന്നാൽ മൈക്കിള് ഇയാളെ എതിർത്ത് സംസാരിക്കാൻ നോക്കുമ്പോൾ തന്നെ അയാളെ ബെൽറ്റൂരി അവനെ തല്ലുന്നുണ്ട്. എന്നിട്ട് അയാള് മറ്റുള്ളവർക്ക് നേരെ തിരിയുകയാണ്. അയാൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തേ മതിയാവുമെന്ന്. ഈ ഒരു അവസ്ഥയിൽ വിഷമിച്ച മൈക്കിള് അവന്റെ റൂമിൽ പോയി അടച്ചിട്ടിട്ട് അവിടെ ഇരുന്ന് കരയുവാണ്. അന്ന് രാത്രി അവൻ സ്റ്റോറി ബുക്സ് ഒക്കെ വായിച്ച് അവന്റെ വിഷമങ്ങളെല്ലാം അതിൽ മറക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ജാക്സൺ 5ഉം അവരുടെ പ്രാക്ടീസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുവാണ്. ഒരു തവണ പോലും റെസ്റ്റ് ഇല്ലാതെ അവർ നന്നായിട്ട് റിഹേഴ്സ് ചെയ്യുന്നുണ്ട്. പിന്നീട് ധാരാളം സ്റ്റേജുകളിൽ അവർ അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുമുണ്ട്. അവരുടെ പെർഫോമൻസുകൾക്ക് ധാരാളം ആരാധകരും ഉണ്ടാകുന്നു. ടിവിയിലും മറ്റും അവരെ കാണിക്കുന്നുമുണ്ട്. അവർ രാമപകലുമില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. ഇതെല്ലാം ഇവരുടെ അച്ഛൻ ജോസഫ് നിരീക്ഷിക്കുന്നുമുണ്ട്. അങ്ങനെ അവരുടെ കഷ്ടപ്പാടുകൾ ഒരു ദിവസം പൂവണിയുകയാണ്. അതായത് ഏറ്റവും വലിയ സ്റ്റേജായ റീഗൽ തിയേറ്ററിൽ അവർക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ള അവസരം ലഭിക്കുകയാണ്. എല്ലാ പെർഫോമൻസിന്റെയും ഇടയിൽ എന്ന പോലെ തന്നെ അവരുടെ അച്ഛൻ അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും ഡാൻസ് ചെയ്യുകയും ഇൻസ്ട്രുമെന്റ്സിലും മുഴുകിയിരിക്കുമ്പോൾ തന്നെ മൈക്കിളാണ് പാട്ട് പാടുന്നത്. എല്ലാ ഓഡിയൻസിനും അവന്റെ പാട്ട് ഇഷ്ടമാകുന്നുണ്ട്. ഓഡിയൻസിനിടയിലെ ഒരു സ്ത്രീയായിരുന്നു സൂസൻ. അവളാണെങ്കിൽ മൈക്കിളിന്റെ പാട്ടിലും അവന്റെ സ്വരത്തിലും അങ്ങ് മതിമറന്നു പോയിരുന്നു. അങ്ങനെ ജോസഫ് ജാക്സന്റെ അടുക്കെ അവരങ്ങ് വരുവാണ്. എന്നിട്ട് അവൾ അവളെ തന്നെ പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം നിങ്ങളുടെ മക്കളാണോ എന്ന്. കൂട്ടത്തിൽ തന്നെ അവൾ ഒരു കാര്യം പറയുന്നുണ്ട്, മൈക്കിളിന്റെ ഈ സ്വരം കൊണ്ട് നിങ്ങൾക്ക് ധാരാളം ദൂരം എത്താൻ സാധിക്കുമെന്ന്. അങ്ങനെ സൂസൻ വെക്കുന്ന ഒരു ഓഡീഷനിലേക്ക് മൈക്കിൾ എത്തുകയാണ് അവന്റെ അച്ഛനോടൊപ്പം. ഈ ടൈമില് അവിടെയുള്ളവർ പറയുന്നുണ്ട്, കുറച്ചു നേരം നീ അനങ്ങാതെ നിൽക്കണം, നീ ശബ്ദമൊന്നും ഉണ്ടാക്കല്ലേ, എങ്കിൽ മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യുന്നത് ക്ലീൻ ആയിട്ട് കിട്ടുകയുള്ളൂ എന്ന്. പക്ഷെ മൈക്കിളിനെ സംബന്ധിച്ച് അത് സാധിക്കുമായിരുന്നില്ല. അവൻ അവിടെ ആടിപ്പാടി നിൽക്കുക തന്നെ ചെയ്തു. അങ്ങനെ കുറെ സമയങ്ങൾക്ക് ശേഷം ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് അവൻ നന്നായിട്ട് പാട്ട് ആലപിച്ചു. ഇവരിതെല്ലാം കേട്ട് ആസ്വദിച്ചിരിക്കുമ്പോൾ തന്നെ ജോസഫ് ജാക്സൺ അതിനിടയിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. ഈ ടൈമിൽ ഇവർ പറയുന്നുണ്ട്, ഇതിൽ നിങ്ങൾക്ക് ഒരു റോളുമില്ല, നിങ്ങൾക്ക് ഉള്ള ഒരേ ഒരു റോൾ എന്ന് പറയുവാണെങ്കിൽ നിങ്ങളുടെ മക്കളെ കൃത്യസമയത്ത് എത്തിക്കുക എന്നത് മാത്രമാണെന്ന്. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാമെന്നും അവർ പറയുന്നുണ്ട്. സൂസൻ ഇതെല്ലാം കേട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം സൂസൻ മൈക്കിളിനോട് പറയുന്നുണ്ട്, അവൻ അത്രയും മധുരമുള്ള സ്വരം ഇവർ വേറെ ആർക്കും കേട്ടിട്ടില്ല എന്ന്. അതോടൊപ്പം തന്നെ മ്യൂസിക്കിലെ പല കാര്യങ്ങൾ, അതായത് പ്രൊഫഷണൽ മ്യൂസിക് വേൾഡിലെ പല കാര്യങ്ങളും ഇവര് പറഞ്ഞു കൊടുക്കുവാണ്. എങ്ങനെയാണ് വോളിയം മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇക്വലൈസർ ഡീൽ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൈക്കിൾ ജാക്സനെ ഇവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബെറി ഇവന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഇവന്റെ അച്ഛൻ അങ്ങോട്ട് വരുന്നത്. അയാൾ പറയുന്നുണ്ട്, ബെറി ഇപ്പം വളരെ ബിസിയാണെന്ന് തോന്നുന്നു, നീ എന്റെ കൂടെ വീട്ടിലേക്ക് വാ, നമുക്ക് വീണ്ടും റിഹേഴ്സ് ചെയ്യാനുണ്ട് എന്ന്. അങ്ങനെ
ദിവസങ്ങൾ കടന്നു പോവുകയാണ്. മൈക്കിളും ബ്രദേഴ്സും റിഹേഴ്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇതിനിടയിൽ തന്നെ ബെറി പറയുന്നുണ്ട്, മ്യൂസിക് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് നിന്റെ ഈ പ്രായത്തിൽ തന്നെ നമുക്ക് ഇറങ്ങിത്തിരിക്കാമെന്ന്. അങ്ങനെ ജാക്സൺ 5 വളരുകയാണ്. അവരുടെ റെക്കോർഡുകളൊക്കെ വളരെ പ്രചാരത്തിലെത്തുകയാണ്. അതോടൊപ്പം തന്നെ അവര് ഇന്റർവ്യൂസ് നൽകുന്നു, ധാരാളം ആരാധകരെ സൃഷ്ടിക്കുന്നു. ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഇരിക്കെ 60കളിൽ നിന്നും 71ലേക്ക് എത്തുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് മൈക്കിളിനെയാണ്. അവന് പുതിയൊരു പെറ്റിനെ കിട്ടിയിട്ടുണ്ട്. അതൊരു എലിയായിരുന്നു. ആ എലിയോടാണ് അവൻ കൂടുതൽ കാര്യങ്ങളും സംസാരിക്കുന്നത്. അവന്റെ ചിന്തകൾ, കൊച്ചു കൊച്ചു കഥകൾ ഇതൊക്കെ ഇവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ അച്ഛൻ അങ്ങോട്ട് വരികയാണ്. ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതാണ് ബിൽ ബ്രേ. ഇനി അയാളായിരിക്കും ഇവന്റെ സെക്യൂരിറ്റി ഹാൻഡിൽ ചെയ്യുന്നതെന്നും അയാൾ പറയുന്നുണ്ട്. പിന്നീട് മൈക്കിള് അവന്റെ അമ്മയുടെ അടുക്ക പോയിട്ട് ഒരു ലാമയെ വാങ്ങി കൊടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട് അവന് കുറച്ച് കൂട്ടുകാരെ വേണമായിരുന്നു. പക്ഷെ മൃഗങ്ങളോടൊപ്പം കൂട്ടുകൂടുമ്പോൾ അവൻ അത് കുറച്ച് റിയൽ ആയിട്ട് തോന്നുന്നു. അപ്പൊ അവന്റെ അമ്മ പറയുന്നുണ്ട്, നീ നിന്റെ പ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് കൂട്ടുകൂടുന്നതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത് എന്ന്. ഇത് കേൾക്കുന്ന മൈക്കിള് പറയുന്നുണ്ട്, അതെന്താന്ന് വെച്ചാൽ എന്റെ കൂടെ വരുന്നവരെല്ലാം ഞാനുമായിട്ട് ഫോട്ടോ എടുക്കാനോ സെൽഫി എടുക്കാനോ മറിച്ചും എന്നെ സ്റ്റെയർ ചെയ്യാനോ മാത്രമാണ്. അല്ലാതെ ആരും കൂട്ടുകൂടാനെന്ന ഉദ്ദേശത്തോടെ എന്റെ കൂടെ വരുന്നില്ല എന്ന്. ഇത് കേൾക്കുന്ന അവന്റെ അമ്മ പറയുന്നുണ്ട്, നീ ജനിച്ചപ്പോ തന്നെ നീ സ്പെഷ്യൽ ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് മോനെ, ഒരിക്കലും നീയാൽ പോലും നിന്റെ ഈ ഒരു പ്രകാശം നീ അണച്ചു കളയരുത് എന്ന്. അങ്ങനെ ജാക്സൺ 5 ബ്രദേഴ്സ് വലിയൊരു ഫെസ്റ്റിവലില് അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ്. അവരുടെ ആരാധകര് അവരെ പൊതിഞ്ഞിരുന്നു. അങ്ങനെ 1978 എത്തി. ലോസ് ഏഞ്ചൽസിൽ മൈക്കിൾ ജാക്സന്റെ ആദ്യത്തെ സോളോ പ്രോജക്റ്റ് അവനെ തേടി വരികയാണ്. അങ്ങനെ അത് കൊണ്ടുവന്ന ജോൺസ് അവനോട് ചോദിക്കുവാണ്, എങ്ങനെയായിരിക്കും നീ നിന്റെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കുക? അതായത് നീ നിന്റെ ഫാമിലി ഗ്രൂപ്പിൽ നിന്ന് വിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ആൽബം തുടങ്ങാൻ പോവുകയാണെന്ന്. ഇത് കേൾക്കുന്ന മൈക്കിള് പറയുകയാണ്. അങ്ങനെ മൈക്കിൾ അവന്റെ പ്രതിനിധികളുമായിട്ട് സംസാരിക്കാനായിട്ട് ചിന്തിക്കുകയാണ്. അവന്റെ അച്ഛനെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ, അതായത് ഇവൻ ഫാമിലി ഗ്രൂപ്പിൽ നിന്നും മാറുകയാണെന്ന കാര്യം. അവന് തന്നെ ഒരു കലാകാരനായിട്ട്, ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സോളോ കലാകാരനായിട്ട് മാറണമെന്ന ആഗ്രഹം അവന്റെ അച്ഛനെ അറിയിക്കാൻ അവരോട് പറയുന്നു. അങ്ങനെ ജോൺസനോടൊപ്പം അവൻ അവന്റെ ആദ്യത്തെ സോളോ ആൽബത്തിന് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ ആ നിമിഷം വന്നെത്തി. അതായത് അവന്റെ അച്ഛൻ ജോസഫ് ജാക്സനെ അവൻ ഫേസ് ചെയ്യേണ്ട ടൈം. പക്ഷെ എല്ലാരെയും അതിശയിക്കുന്ന രീതിയിൽ തന്നെ അയാൾ അതിന് സമ്മതിക്കുവാണ്, ഒരു കണ്ടീഷനോട് കൂടി തന്നെ. അതായത് മൈക്കിൾ ജാക്സനെ എന്ത് വേണേലും ചെയ്യാം, പക്ഷേ 9 മണി മുതൽ 5 മണി വരെ അവൻ അയാളുടെ കൺട്രോളിലായിരിക്കണം. അവന് റെക്കോർഡ് ചെയ്യണമെങ്കിൽ അർദ്ധരാത്രി ചെയ്തോട്ടെ, പക്ഷെ 9 മണിയാകുമ്പോൾ അവനെ എന്റെ കയ്യിൽ തന്നെ കിട്ടണമെന്ന്. ഈ ഒരു സന്തോഷത്തിൽ നമ്മുടെ മൈക്കിളില്ലേ, അവൻ പണ്ട് ചോദിച്ച ഒരു ലാമയില്ലായിരുന്നു പെറ്റായിട്ട്. ആ ലാമയോട് ഇവന്റെ സന്തോഷം പറയുവാണ്. ഇവന്റെ ആദ്യത്തെ ആൽബം എത്രത്തോളം എക്സൈറ്റ്മെന്റിലാണ് ഇവൻ ചെയ്യാൻ പോകുന്നതെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അങ്ങനെ റെക്കോർഡിങ്ങിന്റെ ദിവസം എത്തിക്കഴിഞ്ഞിരുന്നു. മൈക്കിൾ മൈക്കിന് മുമ്പിൽ നിൽക്കുകയാണ്. അവൻ ജോൺസിനോട് പറയുന്നുണ്ട്, ആ ലൈറ്റ് ഒന്ന് ഡിമ്മാക്കാമോ, അതാകുമ്പോൾ എനിക്ക് നന്നായിട്ടൊന്ന് ഫോക്കസ് ചെയ്യാമെന്ന്. എന്നിട്ട് ഒരു ശ്വാസം എടുത്തിട്ട് ഒരു പ്രാർത്ഥനയോട് കൂടി തന്നെ അവൻ അവന്റെ ആദ്യത്തെ ആൽബം പാടുകയാണ്, ഡോണ്ട് സ്റ്റോപ്പ് ടിൽ യു ഗെറ്റ് എനഫ്. അതോടുകൂടി തന്നെ അവന്റെ കരിയർ വല്ലാതെ വലുതായി വളരുകയാണ്. എല്ലാവരും എല്ലായിടത്തും അവൻ എവിടെയൊക്കെ പോന്നോ അവിടെയെല്ലാം അവന്റെ ഫാൻസ് കൊണ്ട് നിറയുവാണ്. സമയം കിട്ടുമ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ പോയി വയ്യാത്ത കുട്ടികളോടൊപ്പം അവൻ സമയം ചിലവഴിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവന്റെ ഫാമിലിക്ക് മുമ്പിൽ അവൻ അവന്റെ പുതിയ കൂട്ടുകാരനെ പരിചയപ്പെടുത്തുവാണ്. അതൊരു ചെറിയ ചിമ്പാൻസി ആയിരുന്നു. ഇവൻ അതിനൊരു പേര് നൽകുന്നുണ്ട്, ബബിൾസ് എന്ന്. ആ കൂട്ടത്തിൽ തന്നെ അവൻ പറയുന്നുണ്ട് ഇവനെ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇവൻ രക്ഷിച്ചുകൊണ്ട് വന്നതാണെന്ന്. അതായത് ധാരാളം പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവനെ വെച്ച് കുറച്ചാളുകൾ. അവരുടെ കയ്യിൽ നിന്നാണ് മൈക്കിൾ ബബിൾസിനെ രക്ഷിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് മൈക്കിൾ പറയുന്നുണ്ട്, ആനിമൽസ് അവന്റെ സറൗണ്ടിങ്ങിനോട് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, ആയതിനാൽ തന്നെ അവർക്ക് നന്നായിട്ട് നമ്മൾ കെയർ കൊടുക്കേണ്ട കാര്യമുണ്ട് എന്ന്. എന്നിട്ട് അവൻ അവന്റെ റൂമിലേക്ക് ബബിൾസുമായിട്ട് വന്നിട്ട് അവനും കുറെ കഥകളും കണ്ട് കൊച്ചു കുട്ടികളായിരുന്നപ്പോൾ ഇവൻ ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങൾ, ഇതിനുള്ള അവന്റെ കുറച്ച് ഐഡിയാസ് ഒക്കെ ആ ഒരു ബബിൾസിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അടുത്ത ദിവസം മൈക്കിൾ ഒരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അവന്റെ നോസ് സർജറിയുമായി ബന്ധപ്പെട്ട്. അതോടൊപ്പം തന്നെ അവൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അതായത് അവന്റെ വിറ്റിലാഗോ ഇഷ്യൂവിനെ കുറിച്ച്. ഇവൻ പറയുന്നുണ്ട് അവന്റെ സ്കിൻ ടോൺ കുറച്ച് ഈവൻ ഔട്ട് ആക്കാനായിട്ട് അവൻ ധാരാളം കോസ്മെറ്റിക് ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന്. അപ്പൊ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സർജറി ചെയ്യാൻ തീരുമാനിച്ചതെന്ന്. ഇത് കേൾക്കുന്ന മൈക്കിൾ പറയുന്നുണ്ട്, അതിന് കാരണം മറ്റൊന്നുമല്ല, എനിക്കെപ്പോഴും പെർഫെക്ഷനോടാണ് താല്പര്യം കൂടുതൽ. പാട്ട് പാടുമ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്, ക്യാമറയിൽ എന്റെ ഫേസ് അത്ര സിമെട്രിക്കൽ അല്ല. സോ അതൊന്ന് സിമെട്രിക്കൽ ആക്കാനായിട്ടാണ് ഞാൻ ഇവിടെ നോസ് സർജറിക്ക് വേണ്ടി എത്തിയത് എന്ന്. സർജറിക്ക് ശേഷം അവൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവന്റെ ഫേസ് മൊത്തം മാസ്ക് ഇട്ടിരിക്കുകയാണ്, ബാൻഡേജസും ഉണ്ട്. ഇത് ഇവന്റെ അച്ഛൻ ശ്രദ്ധിക്കുന്നു. ഇത് കാണുന്ന ഇവൻ അയാളോട് പറയുന്നുണ്ട്, ഇത് ചെറിയ സൈനസ് ഇഷ്യൂസ് കാരണം ഇട്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് നൈസായിട്ട് മുങ്ങുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് അവന്റെ മൃഗങ്ങളോടൊപ്പം
അവൻ്റെതായ ഒരു ലോകത്ത് മറ്റൊരു വീട്ടിൽ താമസിക്കുന്ന നമ്മുടെ മൈക്കിളിനെയാണ്. അവനെ കാണുന്ന അവന്റെ സിസ്റ്ററിനോട് അവൻ പറയുന്നുണ്ട്, അതായത് അവൻ ഈ സർജറി കൊണ്ട് ഭയങ്കര സന്തോഷവാനാണെന്ന്. അതോടൊപ്പം തന്നെ അവൻ ധാരാളം ക്രീമുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, മേക്കപ്പ് പോലും ഇടുന്നുണ്ട്. ഇതിന് കാരണം മറ്റൊന്നുമല്ല, അവൻ വിറ്റിലാഗോഡ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ അവന്റെ സഹോദരിയോട് പറയുന്നുണ്ട്, ധാരാളം ആർട്ടിസ്റ്റുകൾ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നതാണ്. എനിക്ക് ഈ ലോകം എന്നെ വേറിട്ട രീതിയിൽ, അതായത് ഒരു കുട്ടിയല്ലാത്ത രീതിയിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്ന്. ആ കൂട്ടത്തിൽ തന്നെ ഇവൻ ഇവന്റെ സിസ്റ്ററിനോട് പറയുന്നുണ്ട്, ഇവൻ ഇപ്പോൾ ഉള്ള ഫാൻസ് ഇവന്റെ ഫാമിലി ഗ്രൂപ്പിനും കൂടി വേണ്ടിയുള്ളതാണ്. പക്ഷെ ഇവന്റെ ഫ്യൂച്ചർ കുറച്ചും കൂടെ ഷേപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെയൊക്കെ പറഞ്ഞ് അവൻ അവിടുന്ന് എഴുന്നേറ്റ് പോവാണ്. പോകുന്ന കൂട്ടത്തിൽ തന്നെ അവൻ അവളോട് ഒരു കാര്യം പറയുന്നുണ്ട്, അവളുടെ കയ്യിലിരിക്കുന്ന പാമ്പ് കൊത്താതെ നോക്കിയോ, അതിന് നല്ല വിശപ്പുണ്ട് എന്ന്. പിന്നെ നമ്മൾ കാണുന്നത് മൈക്കിൾ അവന്റെ അച്ഛനെയും സഹോദരങ്ങളെയും കാണാൻ പോകുന്നതാണ്. മൈക്കിളിനെ കാണുമ്പോൾ തന്നെ അയാളെ കളിയാക്കിയിട്ട് ഇവന്റെ അച്ഛനില്ലേ ഒന്ന് കൈയടിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ അവനൊന്ന് ടീസ് ചെയ്യുന്നുണ്ട്, അതായത് ഒറ്റയ്ക്ക് നടന്നു തന്നെ എങ്ങനെ സക്സസ് വെട്ടിപ്പിടിക്കാമെന്ന് നമ്മുടെ മൈക്കിൾ നോക്കുന്നതിനെ കുറിച്ച്. അതോടൊപ്പം തന്നെ അവനൊരു ടൂർ പ്ലാൻ ചെയ്യുന്ന കാര്യവും പറയുന്നുണ്ട്. ആ ടൂറിനോടൊപ്പം തന്നെ ഒരു ലൈവ് ആൽബം റെക്കോർഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോഴും മൈക്കിൾ പറയുന്നുണ്ട് അവനൊന്ന് ചിന്തിക്കണമെന്ന്. ഇത് കേൾക്കുന്ന ജോസഫ് പറയുന്നുണ്ട്, മൈക്കിൾ എന്ത് ചിന്തിക്കണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന്. ഈ ടൈമില് മൈക്കിളും ജോസഫും കൂടെ ഒന്ന് ഉടക്കുന്നുണ്ട്. അവന്റെ അമ്മ അയാളെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും അവരോടും അയാള് വാ അടയ്ക്കാനാണ് പറയുന്നത്. പിന്നീട് മൈക്കിള് അവിടുന്ന് പിണങ്ങി ഇറങ്ങി പോവുകയാണ്. പിണങ്ങി പോകുന്ന മൈക്കിള് ബില്ലിനോട് അവനൊരു യാത്ര കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. അവന്റെ വീടിന് പുറത്താണെങ്കിൽ ഇവൻ വരുന്നതും കാത്ത് ധാരാളം ഫാൻസ് നിൽപ്പുണ്ട്. അങ്ങനെ അവരൊരു നിശബ്ദമായ വാലിയിൽ എത്തുകയാണ്. ഈ സമയത്ത് ബില്ലിനോട് മൈക്കിള് പറയുന്നുണ്ട്, ജോസഫ് എപ്പോഴും അവനെ കൊണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ എന്ന്. ഇവൻ എപ്പോഴും ഒരു സോളോ ടൂർ പോകാനാണ് താല്പര്യം. പക്ഷെ അവന്റെ അച്ഛനാവട്ടെ ഒരു ഗ്രൂപ്പ് ടൂറിനോടാണ് താല്പര്യം. ബില്ല് അവനോട് പറയുന്നുണ്ട്, ജീവിതം ഒരിക്കലും ഒരു എളുപ്പമായ കാര്യമല്ലെന്ന്. ഇത് കേൾക്കുന്ന മൈക്കിള് പറയുന്നുണ്ട്, സത്യമായിരിക്കാം എനിക്ക് എന്റെ കുടുംബത്തെ വലിയ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് എന്റെ കാലിൽ തന്നെ നിൽക്കണമെന്ന് വലിയ ആഗ്രഹവുമാണെന്ന്. അപ്പൊ ബില്ല് പറയുന്നുണ്ട്, മൈക്കിൾ, ജോസഫ് ഒരിക്കലും മാറില്ല. അവൻ എപ്പോഴും അവന്റെ ഫാമിലി സക്സസ്, അവന്റെ ഹോൾ ഫാമിലി സക്സസിന് വേണ്ടിയാണ് അവൻ ആഗ്രഹിക്കുന്നത് എന്ന്. അവന് മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. അങ്ങനെ ബില്ലിന്റെ നിർദ്ദേശപ്രകാരം തന്നെ മൈക്കിള് അവന്റെ സോളോ ടൂർ നടത്തുകയാണ്. 2 വർഷങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും വളരെ വളരെ ഫേമസ് ആവുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് മൈക്കിള് അവന്റെ മാനേജേഴ്സിന്റെ കൂടെ ഇരുന്ന് എന്തോ ഡീല് സംസാരിക്കുന്നതാണ്. ഈ സമയത്ത് പലരുടെയും സംസാരം അവൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അതില് ഒരാൾ മാത്രം പറയുന്നുണ്ട്, സോളോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലതെന്ന്. അയാളെ പെട്ടെന്ന് തന്നെ മൈക്കിളിനെ ഇഷ്ടപ്പെടുന്നു. അയാളുടെ പേര് മൈക്കിൾ അവനോട് ചോദിക്കുന്നു. എന്റെ പേര് ജോൺ എന്നാണെന്ന് പറഞ്ഞ് അയാൾ അവനെ പരിചയപ്പെടുത്തുകയാണ്. ഈ സമയത്ത് മൈക്കിൾ ചോദിക്കുന്നുണ്ട്, അവൻ എന്താണ് വേണ്ടതെന്ന് നിനക്കറിയുമോ എന്ന്. അപ്പൊ അവൻ പറയുന്നുണ്ട്, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രേറ്റസ്റ്റ് ആവാനല്ലേ താങ്കൾ ആഗ്രഹിക്കുന്നത് എന്ന്. അപ്പൊ മൈക്കിൾ ചോദിക്കുന്നുണ്ട്, എന്നെ അങ്ങനെ എത്താൻ നീ സഹായിക്കുമോ എന്ന്. ഇത് കേൾക്കുന്ന ജോൺ പറയുന്നുണ്ട്, തീർച്ചയായും. അപ്പൊ മൈക്കിൾ ചോദിക്കുന്നു, എങ്ങനെയെന്ന്. ഇത് കേൾക്കുന്ന ജോൺ പറയുന്നുണ്ട്, ഈ ലോകത്ത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് താങ്കളാണ് എന്ന്. ഇത് കേൾക്കുന്ന മൈക്കിൾ ബാക്കിയുള്ള എല്ലാവരോടും പൊയ്ക്കോളാൻ പറയുന്നു. എന്നിട്ട് ജോണിന് അവന്റെ ആദ്യത്തെ അസൈൻമെന്റ് കൊടുക്കുകയാണ്. അത് മറ്റൊന്നുമായിരുന്നില്ല, മൈക്കിളിന്റെ ഫാദറിനെ അവന്റെ മാനേജറിന്റെ സ്ഥാനത്ത് നിന്ന് ഡിസ്മിസ് ചെയ്യണം എന്നതായിരുന്നു. ഇനി നമ്മൾ കാണുന്നത് മൈക്കിളിന്റെ ഫാദർ, അതായത് ജോസഫിന്റെ ഇടയ്ക്ക് ഒരു ടെലിഗ്രാം കിട്ടുന്നതാണ്. അതൊരു 1 ലൈൻ മാത്രമുള്ള ടെലിഗ്രാം ആയിരുന്നു. അത് സൂചിപ്പിച്ചിരുന്നത് മറ്റൊന്നുമല്ല, മൈക്കിളിന്റെ മാനേജർ സ്ഥാനത്ത് നിന്നും അയാളെ എന്നേക്കുമായി നീക്കം ചെയ്തു കഴിഞ്ഞിരുന്നുവെന്ന്. ഇത് കാണുന്ന ജോസഫിന് വളരെ ദേഷ്യം വരുന്നുണ്ട്. അവൻ നേരെ അവരുടെ ഭാര്യയുടെ അടുക്ക പോകുന്നു. ഭാര്യയെ കൊണ്ട് ഇത് കാണിച്ചിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട് അവന് തല്ലുകൊള്ളാത്തതിന്റെ കുറവാണെന്ന്. ഇത് കേൾക്കുന്ന മൈക്കിളിന്റെ അമ്മ, അതായത് അയാളുടെ ഭാര്യ, അയാളോട് പറയുവാണ്, നിങ്ങളുടെ തല്ലുകൊള്ളാൻ അവൾ ഒരു കൊച്ചുകുട്ടിയല്ല, അവനിപ്പം മുതിർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന്. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, നമ്മുടെ മോനോട് നമ്മളിപ്പം നന്ദി പറയേണ്ട നേരമാണ്, അവൻ കാരണമാണ് ഇതൊക്കെ നമുക്ക് ലഭിച്ചത് എന്ന്. ഈ സമയത്ത് ജോസഫ് പറയുന്നുണ്ട്, ആ കുട്ടി ഗ്രാമത്തിൽ നിന്നും നിങ്ങളെ പുറത്തോട്ട് കൊണ്ടുവന്നത് ഞാനാണ്, എന്തേ എനിക്ക് ഇവിടെ ഒരു നന്ദിയുമില്ല എന്ന്. പിന്നെ നമ്മൾ കാണുന്നത് മൈക്കിള് ഒരു മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നതാണ്. ഈ സമയത്ത് ഒരമ്മ തന്റെ മകനുമായിട്ട് മൈക്കിളിന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. അവന്റെ ഓട്ടോഗ്രാഫ് ചോദിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ കുറെ പേര് മൈക്കിളിന് ചുറ്റും കൂടുന്നുണ്ട്. അവൻ വളരെ സന്തോഷത്തോടു കൂടി തന്നെ എല്ലാവർക്കും അവന്റെ ഓട്ടോഗ്രാഫ് നൽകുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് അവന്റെ ബ്രദേഴ്സുമായിട്ട് കളിക്കാനായിട്ട് ഒരു പസിലുമായി വീട്ടിൽ വരുന്ന നമ്മുടെ മൈക്കിളിനെയാണ്. ഈ ടൈമില് അവന്റെ ആ ഒരു പെറ്റില്ലേ, ആ ചിമ്പാൻസി, അതുമായിട്ട് അവൻ കുറെ കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോസഫ് മൈക്കിളിന്റെ റൂമിലേക്ക് കയറി വരുന്നത്. അന്ന് കിട്ടിയ ആ ടെലഗ്രാം മൈക്കിളുടെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, നീ അതൊന്ന് വായിച്ചെന്ന്. പക്ഷെ മൈക്കിളിനെ കൊണ്ട് അത് വായിക്കാൻ കഴിയുമായിരുന്നില്ല. ഈ സമയത്ത് ഒരു ഫാമിലിയോടൊപ്പം നിൽക്കുന്നതിനെ കുറിച്ച് നീ കുറച്ചേറെ പഠിക്കാനുണ്ട് എന്ന് മൈക്കിളിനോട് പറഞ്ഞിട്ട് ജോസഫ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഈ സമയങ്ങളിലൊക്കെ തന്നെ
ക്യാൻസർ ബാധിച്ച കുഞ്ഞുങ്ങളെയൊക്കെ മൈക്കിൾ സന്ദർശിക്കുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിലെത്തി. അതോടൊപ്പം തന്നെ ഒരു ദിവസം ജോണിനോട് അവൻ നടത്താൻ പോകുന്ന ഏറ്റവും വലിയ ടൂറിനെ കുറിച്ച് ഇവൻ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ധാരാളം ഇന്റർവ്യൂസ് ഒന്നും കൊടുക്കാനായിട്ട് ഇവന് താല്പര്യമില്ലെന്നും ജോണിനോട് മൈക്കിൾ പറയുന്നുണ്ട്. അപ്പൊ ജോൺ പറയുന്നുണ്ട്, അത് ശരിക്കും നല്ലൊരു ബുദ്ധിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോന്ന്. പക്ഷെ മൈക്കിളിന്റെ ആഗ്രഹം അതായതുകൊണ്ട് ജോണും അത് സമ്മതിക്കുന്നുണ്ട്. ജോൺ എന്നിട്ട് പറയുന്നുണ്ട്, ഇനി നടക്കാൻ പോകുന്ന ടൂറിനെ കുറിച്ച് കുറച്ച് ഡെമോസ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കുമെന്ന്. ഈ സമയത്താണ് ന്യൂസിൽ ആഫ്രിക്കൻസിനെതിരായുള്ള കറുത്ത വർഗ്ഗക്കാർക്കെതിരായുള്ള കുറെ അതിക്രമങ്ങൾ മൈക്കിൾ കാണുന്നത്. അവനപ്പോൾ ഒരു ഐഡിയ തോന്നുവാണ്. അവൻ അങ്ങനെ ബില്ലുമായിട്ട് അണ്ടർഗ്രൗണ്ട് ഹിപ്പ് ഹോപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് പോവുകയാണ്. ബില്ലിന് അത് അത്ര നല്ല ഐഡിയ ആയിട്ടൊന്നും തോന്നിയില്ല. എന്നാൽ അവിടെ എത്തിക്കഴിയുമ്പോഴത്തേനും അവിടെയുള്ള ആളുകള് അവരുടെ പാട്ടും ഡാൻസും മൂവ്സും ഒക്കെ നമ്മുടെ മൈക്കിളിനെ കാട്ടി കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് അവരത് ചെയ്യുന്നുമുണ്ടായിരുന്നു. ഈ സമയത്ത് ഒരാൾ വന്ന് മൈക്കിളിനോട് ഓട്ടോഗ്രാഫ് ഒക്കെ ചോദിക്കുന്നുണ്ട്. മൈക്കിൾ പറയുന്നുണ്ട്, ഈ ഡാൻസും പാട്ടും ഒക്കെയാണ് നമ്മളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഇതൊരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്. ഇതുകൊണ്ട് നമുക്ക് ഈ ലോകത്തെ തന്നെ മാറ്റാൻ സാധിക്കുമെന്ന്. എന്നിട്ട് മൈക്കിൾ അവിടെയുള്ളവർക്ക് ഡാൻസിന്റെ പ്രാക്ടീസ് ഒക്കെ നൽകുകയാണ്. അങ്ങനെ മൈക്കിൾ ഒരു ദിവസം അവരോട് പറയുന്നുണ്ട് അവനൊരു ഷോർട്ട് ഫിലിമിനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് ഇവരെല്ലാം ഹെൽപ്പ് വേണമെന്ന്. അങ്ങനെ ഇതിനിടയിൽ തന്നെ അവൻ മ്യൂസിക് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ധാരാളം സിനിമകളും കാണുന്നുണ്ട്. അങ്ങനെ ഒരു ത്രില്ലർ സിനിമ കാണുമ്പോൾ തന്നെ അവനൊരു ഐഡിയ കിട്ടുവാണ്. ഒരു മോൺസ്റ്ററിന്റെ മേക്കപ്പ് ഇട്ട് അതേ രീതിയിൽ ഡ്രസ് ചെയ്തിട്ട് അവൻ അതിനായി പെർഫോം ചെയ്യാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ ആ സോങ്ങിന്റെ പ്രൊഡ്യൂസറിനെ കാണാനായിട്ട് മൈക്കും ജോണും കൂടെ എത്തുകയാണ്. ഈ സമയത്ത് ജോൺ ഒരു കാര്യം പറയുന്നുണ്ട്, മൈക്കിളിന്റെ ആ ഒരു സോങ്ങിലെ അത് MTVയിൽ പ്രദർശിപ്പിക്കണമെന്ന്. ഈ ടൈമില് ഈ പ്രൊഡ്യൂസർ അത് എഗ്രി ചെയ്യുന്നില്ല. കാരണം MTVയിൽ സാധാരണയായിട്ട് ബ്ലാക്ക് ആർട്ടിസ്റ്റിന്റെ പാട്ടൊന്നും ഡിസ്പ്ലേ ചെയ്യാറില്ല. ഇത് കേൾക്കുന്ന മൈക്കിൾ പറയുന്നുണ്ട്, എന്റെ പാട്ട് എല്ലാവർക്കും കൂടി ഉള്ളതാണ്, നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. അപ്പോൾ പ്രൊഡ്യൂസർ പറയുന്നുണ്ട്, എന്നെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്തിരിക്കുന്നുവെന്ന്. ഇത് കേൾക്കുന്ന മൈക്കിൾ പറയുന്നുണ്ട്, നിങ്ങൾ കുറച്ചും കൂടെ നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ. അങ്ങനെ ഇതൊക്കെ കേൾക്കുന്ന നമ്മുടെ പ്രൊഡ്യൂസർ അവന്റെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് MTVയുടെ മാനേജറുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറയുന്നു. കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ അയാൾ ആദ്യം തന്നെ അത് റിജക്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർ അയാളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. വരുന്ന 10 മിനിറ്റിനുള്ളിൽ പ്ലേ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ വലിയ വലിയ ആർട്ടിസ്റ്റുമായിട്ടുള്ള നിങ്ങളുമായിട്ടുള്ള ആ ഒരു കോൺട്രാക്ട് ഇല്ലേ, അത് ഞങ്ങൾ പിൻവലിക്കുമെന്ന്. മൈക്കിള് ചെറു പുഞ്ചിരിയോട് കൂടി തന്നെയാണ് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. 1983 ഈ സമയം മൈക്കിള് അവന്റെ ആ ഒരു റെക്കോർഡിങ്സും സോങ്സും ഒക്കെ ലൈവായിട്ട് ഒരു സ്റ്റേജില് പെർഫോം ചെയ്തു. ഈ സമയത്താണ് അവന്റെ ഫേമസ് ആയിട്ടുള്ള മൂൺ വോക്ക് അവൻ ചെയ്യുന്നത്. അവന്റെ ഷോർട്ട് ഫിലിമും പുതിയ പാട്ടും എല്ലാം വളരെ വലിയ വിജയമായി മാറി. ധാരാളം കോപ്പീസ് വിറ്റുപോയി. റോഡുകൾ മൊത്തം മൈക്കിളിന്റെ ആരാധകരെ കൊണ്ട് നിറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഒരു പാർട്ടിയിൽ വെച്ച് അവന്റെ ഫാമിലി അവന്റെ അടുത്തേക്ക് വന്നു. ഈ സമയത്ത് അവന്റെ അച്ഛൻ വന്നിട്ട് അവനോട് ഒന്ന് കളിയാക്കിയിട്ട് പോകുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് ഒരു പൈസ ഉണ്ടാക്കുന്ന മെഷീനെ നിർമ്മിച്ചത് എന്ന് പറഞ്ഞ്. ഇതിനുശേഷം നമ്മൾ കാണുന്നത് മൈക്കിളിന്റെ അച്ഛൻ അവന്റെ പഴയ ഒരു ഫ്രണ്ടും ഒരു പ്രൊഡ്യൂസറുമായ ഡോണുമായിട്ടിരുന്ന് സംസാരിക്കുന്നതാണ്. അയാൾ പറയുന്നുണ്ട്, എനിക്ക് എന്റെ കുടുംബത്തിൽ, അതായത് എന്റെ ജാക്സൺ ബ്രദേഴ്സിനെ ഒരു തിരിച്ചുവരവ് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ആയതിനാൽ തന്നെ ഒരു വേൾഡ് ടൂർ സംഘടിപ്പിക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുമാണ്. വിക്ടറി ടൂർ എന്ന് അതിന്റെ പേര് നൽകാം. വലിയ വലിയ കമ്പനീസ് അത് സ്പോൺസർ ചെയ്യട്ടെ, റോൾസ് റോയ്സ് പോലത്തേന്ന്. ഇത് കേൾക്കുന്ന ഡോൺ പറയുവാണ്, ശരിയാണ്, പക്ഷെ മൈക്കിൾ കൂടുമോ എന്ന്. ഇത് കേൾക്കുന്ന ജോസഫ് കൂടുമെന്ന് തന്നെ ഇയാളോട് പറയുന്നു. അപ്പൊ ഇയാൾ പറയുന്നുണ്ട്, പെപ്സിക്ക് അവരുടെ മാർക്കറ്റിംഗ് കൂട്ടാൻ താല്പര്യമുണ്ട്, സോ അവരെ സ്പോൺസറിങ് ചെയ്യാം, പക്ഷെ പുറം ലോകത്തേക്കുള്ള അവരുടെ ഫേസ് ആയിട്ട് മൈക്കിൾ നിൽക്കണമെന്ന്. ഇതിനുശേഷം നമ്മൾ കാണുന്നത് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന മൈക്കിളിനെയാണ്. മൈക്കിൾ അവന്റെ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ ജോസഫ് ഓൾറെഡി ഇരിപ്പുണ്ട്. ജോസഫിനെ കാണുന്ന മൈക്കിള് ഇങ്ങനെ ഒന്ന് അന്തിച്ച് നിൽക്കുന്നുണ്ട്. ഈ ടൈമിൽ ജോസഫ് പറയുന്നുണ്ട്, എങ്ങനെയാണ് ഒരു സാധാരണക്കാരനായ ഒരു ചെറിയ ടൗണിൽ നിന്നുമുള്ള ഒരു ചെറുക്കനെ പിടിച്ച് ഇത്രയും വലിയ ഒരു സ്റ്റാർ ആക്കിയത്? താൻ പെട്ട കഷ്ടപ്പാടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവനെ ആ ടൂറിന് വേണ്ടി നിർബന്ധിക്കുകയാണ്. അപ്പോഴത്തേനും മൈക്കിള് പറയുന്നുണ്ട്, ഇവനെ കൊണ്ട് അത് സാധിക്കില്ല, ഇവനിപ്പോൾ ഇവന്റേതായ ഒരു കരിയർ ബിൽഡിങ്ങിലാണ്. ഈ ടൈമില് ജോസഫ് പറയുന്നുണ്ട്, ഒരിക്കലും കുടുംബമില്ലാത്ത നിനക്ക് ഒന്നും നേടാൻ സാധിക്കില്ല എന്ന്. അങ്ങനെ ആ ടൂർ സംഭവിക്കുകയാണ്. അതിനിടയിൽ ഒരു ആക്സിഡന്റിൽ പെട്ട് മൈക്കിളിന്റെ തലയിൽ തീ പിടിക്കുന്നുണ്ട്. അവനെ വേഗം തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നു. എല്ലാവരും പുറത്ത് കാത്തിരിക്കുകയാണ്. ഡോക്ടർ പുറത്തോട്ട് വന്നിട്ട് അവന്റെ കണ്ടീഷൻ സ്റ്റേബിൾ ആയി എന്ന് പറയുന്നുണ്ട്. അവന്റെ ഹാർട്ട് റേറ്റ് കൂട്ടാനാണ് അവർ ശ്രമിക്കുന്നതെന്നും പറയുന്നുണ്ട്. അവൻ ഒരുപാട് വേദന സഹിച്ചുവെന്നും അവന് സംഭവിച്ചത് ഒരു 3rd ഡിഗ്രി പൊള്ളലാണെന്നും അത് അവന്റെ ഒരുപാട് നെർവ്സിനെ ഡാമേജ് ചെയ്തിട്ടുണ്ടെന്നും ഡോക്ടർ പറയുന്നു. ഇതെല്ലാം കേട്ടിട്ടും ജോസഫ് ചോദിക്കുന്നത് മൈക്കിളിന് ഇനിയും പെർഫോം ചെയ്യാൻ പറ്റുമെന്നാണ്. ഇതൊക്കെ കേൾക്കുന്ന കാതറിന് മൈക്കിളിന്റെ അമ്മയ്ക്ക് നല്ല ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്.
ഇത് കേൾക്കുന്ന ഡോക്ടർ പറയുന്നുണ്ട്, അവൻ മരണത്തോട് മല്ലടിച്ച് വന്നവനാണ്. അവൻ ഇപ്പൊ വേണ്ടത് പെർഫോമൻസ് അല്ല, നിങ്ങളുടെ ഫാമിലി സപ്പോർട്ടാണെന്ന്. ഇതിനുശേഷം നമ്മൾ കാണുന്നത് മൈക്കിളിന്റെ അടുക്ക പോകുന്ന ഡോക്ടറാണ്. ഡോക്ടർ അവനോട് കുറച്ച് സർജറിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ബില്ലാണെങ്കിൽ മൈക്കിളിന് ഇഷ്ടമുള്ള കുറച്ച് ആഹാരം കൊണ്ടുവന്ന് അവന് ചിയർ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും വർക്ക് ആവുന്നില്ല. അങ്ങനെ മൈക്കിളിന്റെ അമ്മ അവനോട് മാപ്പ് പറയാനായിട്ട് അവിടെ വരുമാണ്. ഈ സമയത്ത് മൈക്കിൾ പറയുന്നുണ്ട്, ജോസഫ് ഒരിക്കലും അവന്റെ പ്രവൃത്തികൾ നിൽക്കില്ല, അവൻ ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാനാണ് അയാൾക്ക് താല്പര്യമെന്ന്. ഈ സമയത്ത് തന്നെ നമ്മുടെ ജോൺ ഇല്ലേ, അവൻ മൈക്കിളിനെ കാണാൻ ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവൻ കാണുന്നത് ക്രൂരമായി പൊള്ളലേറ്റ് മറ്റൊരു പേഷ്യന്റിനെ കണ്ടുകൊണ്ടിരിക്കുന്ന മൈക്കിളിനെയാണ്. ഈ സമയത്ത് ജോണുമായിട്ട് പുറത്തോട്ട് വരുന്ന മൈക്കിൾ അവനോട് പറയുന്നുണ്ട്, എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെയുള്ള പൊള്ളലേറ്റ രോഗികളെല്ലാം കിടക്കുന്നത്. എനിക്കിനി കിട്ടാൻ പോകുന്ന കുറച്ച് ഫണ്ടുകളില്ലേ, അത് ഇവിടുത്തെ ബേൺ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഏൽപ്പിക്കണമെന്ന്. ഇവിടുന്ന് സീൻ കട്ട് ചെയ്ത് നമ്മൾ കാണുന്നത് ജോസഫ് കാതറിനുമായിട്ട് വഴക്കുണ്ടാക്കുന്നതാണ്. അയാൾക്ക് ഇപ്പോഴും മൈക്കിളിനെ ആ ടൂറിന് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് താല്പര്യം. പക്ഷെ കാതറിൻ പറയുന്നുണ്ട്, മൈക്കിളിന് തീരെ വയ്യ, അവനെ കൊണ്ട് അത് സാധിക്കില്ല, നിങ്ങൾ ഏതായാലും അവന്റെ വഴിയിൽ നിന്ന് മാറുന്നതായിരിക്കും നല്ലതെന്ന്. ഇത് കേൾക്കുന്ന ജോസഫ് പറയുന്നുണ്ട്, എനിക്ക് ബാക്കിയുള്ള 4 മക്കൾക്കും ഇല്ലാത്ത പ്രശ്നം അവൻ എന്താണെന്ന്. ഇത് കേൾക്കുന്ന കാതറിൻ പറയുന്നുണ്ട്, അവരും തീർച്ചയായും അവരുടെ വഴി തന്നെ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന്. ഇപ്പഴത്തെ വശത്താണെങ്കിൽ നമ്മുടെ ബില്ലിനോട് മൈക്കിൾ സംസാരിക്കുവാണ്. അവൻ പറയുന്നുണ്ട്, ദൈവം എനിക്ക് രണ്ടാമതൊരു അവസരം തന്നിരിക്കുകയാണ് ബിൽ. ഈ അവസരം പക്ഷെ ഞാൻ മാക്സിമം എല്ലാവർക്കും സന്തോഷം നൽകാനായിട്ട് ഉപയോഗിക്കുമെന്ന്. എന്നിട്ട് അവൻ അവന്റെ ഫാമിലിയുടെ കൂടെ ആ ഒരു ടൂറ് പോകാനായിട്ട് സമ്മതിക്കുവാണ്. അങ്ങനെ 1984 അവന്റെ സഹോദരങ്ങൾക്കൊപ്പം അവൻ ആ സ്റ്റേജിൽ പെർഫോം ചെയ്യുവാണ്. എല്ലാവരും നന്നായിട്ട് അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഈ ടൈമിൽ തന്നെ അവൻ പറയുന്നുണ്ട്, അവന്റെ സഹോദരങ്ങൾക്ക് എത്രത്തോളം അവൻ കടപ്പെട്ടിരിക്കുന്നു എന്ന്. ഈ കൂട്ടത്തിൽ തന്നെ അവൻ പറയുകയാണ്, ഇത് അവരോടൊപ്പമുള്ള അവസാനത്തെ ടൂർ ആയിരിക്കുമെന്ന്. ഇത് കേൾക്കുന്ന കാതറിന്റെ മുഖത്ത് ഒരു ചിരി വരുന്നുണ്ടെങ്കിലും ജോസഫിനെ ഇത് തീരെ പിടിച്ചില്ല. 1988 മൈക്കിൾ ജാക്സൺ തന്റെ സോളോ ടൂർ നടത്തുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ഫിലിം അവസാനിക്കുന്നത്. അവൻ അവന്റേതായ തന്നെ വഴി കണ്ടെത്തി അവന്റെ കഥ വീണ്ടും തുടരുക തന്നെ ചെയ്യുമെന്ന് ഇത് എഴുതി കാണിക്കുന്നുമുണ്ട്.